ഇതിൻ്റെ കടലിനടുത്തുള്ള ഒരു ലോണ്ടറി സിസ്റ്റം ഇട്ടത് കാണിച്ചു തരാം. ഈ ലോണ്ടറിയിൽ നമ്മളെ ഇസ്തിരിടേണ്ട പരിപാടി ഉണ്ടല്ലോ, അതാണിത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം. കൂടുതൽ കാര്യങ്ങൾ ഇത് ലോക്ക്. ഇത് അടിക്കുമ്പോൾ താഴെയുള്ള ഇത് അടിക്കുമ്പോഴാണ് ലോക്ക് താഴെ വരുന്നത്. ഇത് ഓർക്കുമ്പോൾ സ്റ്റീം വരുന്നുണ്ട് കേട്ടോ. സ്റ്റീം വരുന്നതാണ് ഇത്. നമ്മളെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, വണ്ടീൻ്റെ ഒക്കെ അതേമാതിരി തന്നെയാണ്. കാരണം അതിൻ്റെ അപ്പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അയക്കുമ്പോൾ അതാണ് എയർ കയറുന്നത്. അത് സ്റ്റീമും എയറും കൂടിയും. പിന്നെ ഇപ്പുറത്തുള്ള ഇത് ഈ പെടൽ ഓട്ടുമ്പോഴാണ് സക്ക് ചെയ്യണം. അത് ഉള്ള വായുവിനെ ഉള്ളിലേക്ക് സക്ക് ചെയ്യും. പിന്നെ മുകളിലുള്ള ഈ ഇതുണ്ടല്ലോ, ഈ സ്വിച്ച് വെക്കുമ്പോൾ ആവി പുറത്തേക്ക് വരുന്നതാണ്. ഇതാണ്ടോ ഇതിൻ്റെ വാഷിംഗ് ഏരിയ. ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ ഇതിലിട്ട് ഒന്ന് പുതിർത്തിട്ട് പിന്നെ മെഷീൻ ഇട്ടോ അവിടെ. ഇത് നോർമൽ സാധാ നമ്മളെ മെഷീൻ തന്നെയാണ്. ഇട്ട് അടിക്കേണ്ട തന്നെ അടിച്ചിട്ട് ഇത് തന്നെ കേൾക്കല്. പിന്നെ കെമിക്കലും ഇതൊക്കെ വെച്ചിട്ടാണ് വാഷിങ് ചെയ്യേണ്ടത് ഇവിടെ. പിന്നെ അതിൻ്റെ മറ്റേ മെഷീൻ ഉണ്ടല്ലോ, നേരത്തെ കാണിച്ചേ, ഇത് വാഷിങ്ങിൻ്റെ കെമിക്കൽ സാധനം കേട്ടോ, കളർ പോലുള്ള സാധനങ്ങൾ. ഇതാണ് ആ മെഷീൻ്റെ സ്റ്റീം വരുന്ന കംപ്രസർ. ഇത് തോന്നുന്നുണ്ട് ഡീസൽ മോട്ടറാണ്. ഡീസൽ മോട്ടറിന് പുറത്തിട്ടുണ്ടാവുള്ളൂ, പുറത്താണ് തോന്നുന്നുണ്ട് മോട്ടർ. ഇതിൽ പ്രഷർ ബാർ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കും. സ്ട്രീം ഒരു നമ്മളെ ബോംബ് കാര്യമാണ്. പ്രഷർ ഓവറായാൽ പ്രശ്നം തന്നെയാണ്. പിന്നെ ഇത് ആക്ച്വലി ഇതിലൂടെ അങ്ങനെ സ്റ്റീം, അതായത് ചൂടുള്ള വായു ഉണ്ടല്ലോ, ഇതിലൂടെ ഇങ്ങനെ കടത്തിയിട്ടിട്ട് ആ മെഷീനിലേക്ക് എത്തിച്ചിലാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും.